അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ അനദർ വ്ളോഗ്. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണണേ. അതുകൂടാതെ എല്ലാ വീഡിയോസിനും ലൈക്കും കമൻറ്റും ഒക്കെ ഇടണം കേട്ടോ. അപ്പോൾ തുടർന്നും നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു കേട്ടോ. രാവിലെയുള്ള ചായ കുടിയൊക്കെ കഴിഞ്ഞിട്ട് ഒരാൾ ഡ്യൂട്ടിക്ക് പോയിട്ടുണ്ട്. ഇനി ഞങ്ങൾക്കൊക്കെ നാസ്ത കഴിക്കണം. അപ്പോൾ നജയെ ഞാനിങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാനാണല്ലോ രസം. ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ചിരിക്കാനും പറയാനൊക്കെ ഉണ്ടാവും. പിന്നെ കുറേ കഥകളൊക്കെ പറയാനുണ്ടാവും. അപ്പോൾ ഒരു പ്രത്യേക രസമാണ് ഇങ്ങനെ ഒരുമിച്ചിരുന്ന് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട്. രാവിലെ പൂരിയും ബാജിക്കറിയും പിന്നെ ഇന്നലെ രാത്രിയിൽ ബാക്കിയുണ്ടായ പാർട്സ് കറി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ കൂട്ടിയിട്ട് ഞങ്ങളെല്ലാവരും കൂടി കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്നത്തെ ദിവസത്തിന് വേണ്ടിയിട്ടാണ് എല്ലാവരും വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. ഇന്നലെ മിഞ്ഞാന്ന് ഓരോരുത്തരായിട്ട് പോവേണ്ടതായിരുന്നു. അപ്പോൾ ഇന്നായിരുന്നു ഹവ്വയുടെ സ്കൂളിലെ ആനുവൽ ഡേ. അപ്പോൾ അവളുടെ ഡാൻസൊക്കെ കണ്ടിട്ട് പോവാമെന്ന് വിചാരിച്ചു. മെഹന്തി ഇടേണ്ട കാര്യം രാവിലെയാണ് ഓർമ്മ വന്നത്. അങ്ങനെ രാവിലെ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. ഇതൊക്കെ കഴിഞ്ഞിട്ട് ഒരാൾ പോയി. ഇനി ഞങ്ങൾ മൂന്നാൾ കൂടി പോകണം സ്കൂളിലേക്ക്. കുറച്ച് നടന്നിട്ട് പോകേണ്ട ദൂരേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ പോവാമെന്ന് വിചാരിച്ചു. മദ്രസയുടെ വഴിയെത്തി. അപ്പോൾ അതിൻ്റെ അടുത്താണ് സ്കൂൾ വരുന്നത്. ഒരാളിവിടെ പഠിച്ചതാണ്. അപ്പോൾ അതിൻ്റെ അയവിറക്കിക്കൊണ്ടാണ് ഞങ്ങളിങ്ങനെ പോകുന്നത്. ഇതായി വീട്ടിൽ ജാമ്പക്ക മരമുണ്ട്, ഇതിലൂട്ടി ഞങ്ങൾ നടന്നു പോകുന്നത്. ഇങ്ങനെയൊക്കെ സംസാരിച്ചുകൊണ്ടാണ് ഞങ്ങൾ സ്കൂളിലേക്ക് നടന്നു പോയിക്കൊണ്ടിരുന്നത്. ഷാനയും ഹവ്വയും അമ്മായിയും ഒക്കെ നേരത്തെ പോയി. അപ്പോൾ ഞങ്ങൾക്ക് കുറച്ചൊരു സ്റ്റാർട്ടിങ് ട്രബിൾ എന്നൊക്കെ പറയുന്ന പോലെ ഒരു പോകാൻ ചെറിയൊരു മടിയൊക്കെ ഉണ്ടായിരുന്നു. കയറി ഉടൻ തന്നെ ചെറിയ കുട്ടികളുടെ ഒപ്പനയാണ് ഞങ്ങൾ ആദ്യം കണ്ടത്. അത് കണ്ടപ്പോൾ തന്നെ ഞങ്ങൾക്ക് ത്രില്ലടിച്ചേട്ടാ. സ്കൂളിൽ തന്നെ ഫുഡ് ഉണ്ടായത് കാരണം ഞങ്ങൾ ഉച്ചയ്ക്ക് അവിടെ നിന്നാണ് കഴിച്ചത്. നല്ല ചിക്കൻ കറിയും ചോറും അച്ചാറൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ താഴെ ഇരിക്കാൻ സ്ഥലമില്ലാത്തത് കൊണ്ട് ഞങ്ങൾ മേലെ അതിൻ്റെ അടുത്ത് തന്നെ ഒരു അംഗൻവാടി ഉണ്ട്. അപ്പോൾ അവിടെ പോയിട്ടാണ് ഫുഡൊക്കെ കഴിച്ചത്. എല്ലാവരും കൂടി ഫുഡൊക്കെ കഴിച്ച് പിന്നെ മേക്കപ്പ് ഒക്കെ ഇട്ടുകൊടുക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഇടയിൽ ഞങ്ങൾ നോക്കുമ്പോഴേക്ക് സ്റ്റേജിൽ നല്ല നല്ല പ്രോഗ്രാംസ് ഒക്കെ ഉണ്ട്. അപ്പോൾ കുറച്ച് വീഡിയോസ് ഞാൻ ഇവിടെ ഇട്ടിട്ടുണ്ട്. ഹവ്വായെ മാറ്റി കൊടുക്കുന്നതിൻ്റെ ഇടയിലൊന്ന് ഓടിയതാണ്. അപ്പോൾ നല്ല ചെറിയ കുട്ടികൾ നല്ല ഫാഷൻ ഷോ ഒക്കെ കണ്ടു. അതിനിടയിൽ ഹവ്വ ഏകദേശം റെഡിയായി. ഇനി ഹവ്വയുടെ ഡാൻസ് ആണെന്ന് പറയുന്നത് കേട്ടു. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നില്ലേ ഞങ്ങൾക്ക് ഇറങ്ങാൻ വേണ്ടി കുറച്ച് മടിയുണ്ടായിരുന്നു. വേറെ ഒന്നുമല്ല, രാവിലെ മുതലേ പോയി അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ എന്തായാലും കുട്ടികൾക്ക് മടുക്കും. എന്തായാലും അത്ര ക്ഷമയുണ്ടാവില്ലല്ലോ. കുറച്ച് സമയം കഴിയുമ്പോഴേക്ക് കരയാൻ തുടങ്ങും. അപ്പോൾ പിന്നെ ഞങ്ങൾക്കും തീരെ കാണാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ഉച്ചയാകുമ്പോഴേക്ക് പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ പോയതുകൊണ്ട് കുറച്ച് ഡാൻസൊക്കെ കണ്ടു. അങ്ങനെ ഹവ്വാൻ്റെയും കൂടി വേഗം തീർന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് വേഗം വീട്ടിലേക്ക് പോവായിരുന്നു. മറ്റുള്ള കുട്ടികളുടെ കാണാൻ ആഗ്രഹമില്ലായിട്ടല്ല, ഇക്കാടെ വീട്ടിലാണല്ലോ ഉള്ളത്. അപ്പോൾ തിരിച്ച് വീട്ടിലേക്ക് എന്തായാലും പോകണമല്ലോ. മാഷാ അല്ലാ, ഈ മേക്കപ്പും കോസ്റ്റ്യൂമും പിന്നെ ഈ ഓർണമെന്റ്സ് ഒക്കെ ഹവ്വാക്ക് നന്നായിട്ട് ചേരുന്നുണ്ടായിരുന്നു. ഇട്ടിട്ട് നല്ല മൊഞ്ചത്തി ആയിട്ടുണ്ടായിരുന്നു. നെക്സ്റ്റ് ഹവ്വ ആൻഡ് പാർട്ടി സ്റ്റേജിലേക്ക് കയറി. എന്നെ അടുത്തത് ഹവ്വാൻ്റെ ഡാൻസ്. ഹവ്വ നന്നായിട്ട് കളിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഹൈറ്റ് ഉള്ളത് കാരണം അവളെ ബാക്കിലായിരുന്നു നിർത്തിയിരുന്നത്. അതുകൊണ്ട് വീഡിയോസിൽ അങ്ങനെ അവളെ കിട്ടിയില്ല. ഹവ്വാൻ്റെ ഡാൻസൊക്കെ കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും എന്തെങ്കിലും കുറിച്ചുകൊണ്ടിരിക്കണം തോന്നി. അങ്ങനെ ദൂരത്ത് നോക്കുമ്പോഴേക്ക് എന്തൊക്കെയോ കുട്ടികൾ വിൽക്കുന്നുണ്ട്. കുറച്ച് മുന്നോട്ട് നടന്നപ്പോഴേക്കാണ് കാണുന്നത് പെനോയിൽ അങ്ങനെ എന്തൊക്കെയോ കുട്ടികൾ ഉണ്ടാക്കിയത് ഹോം മെയ്ഡ് സാധനങ്ങൾ വിൽക്കുന്നുണ്ട്. ഉപ്പിലിട്ട പലതും പിന്നെ ബർഗർ പിന്നെ എന്തോ വെള്ളം അങ്ങനെ കുറച്ച് ഐറ്റംസ് ഒക്കെ ഉണ്ട്. അതിനിടെ ഞാൻ വീഡിയോസ് എടുക്കുന്നത് കണ്ടപ്പോൾ അവർക്ക് കുറച്ചും കൂടി ഇൻട്രസ്റ്റ് കൂടി. എല്ലാവർക്കും പൈനാപ്പിൾ മതിയെന്ന് പറഞ്ഞതുകൊണ്ട് ഞങ്ങൾ പൈനാപ്പിൾ ആയിരുന്നു വാങ്ങിയിരുന്നത്. കുട്ടികൾ ഉണ്ടാക്കിയതാണോ എന്താണെന്നറിയില്ല, എന്നാലും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഉപ്പിലിട്ടത്. ഞങ്ങൾ അത് കഴിച്ചുകൊണ്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് സ്റ്റേജിൽ വേറെ ഒരു പ്രോഗ്രാം കണ്ടത്. സ്കൂളിലെ പ്രഭാവതി ടീച്ചറോ മറ്റോ ആണ് അവരുടെ പേര്. മിസ്സിൻ്റെ ടീച്ചറുടെ അധ്യയന വർഷത്തെ ലാസ്റ്റത്തെ ഡേ ആണെന്ന് തോന്നുന്നു. അപ്പോൾ അവരെ ആദരിക്കുന്ന ചടങ്ങാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഇടയിൽ ദാഹിച്ചിട്ട് വെള്ളം കുടിക്കാൻ വന്നതാണ് കേട്ടോ. അപ്പോൾ ഹവ്വാൻ്റെ 2 ഫ്രണ്ട്സിനെ പരിചയപ്പെട്ടു. അവിടെ വെള്ളം വെച്ചത് എന്തായാലും എല്ലാവർക്കും യൂസ്ഫുൾ ആയിരുന്നു. നല്ല ദാഹമായിരുന്നല്ലോ, എന്തായാലും ചൂടൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് അടുത്ത പ്രോഗ്രാം. കണ്ണൂരിലെ പേര് ഞാൻ മറന്നുപോയിട്ടാണ്. അപ്പോൾ അവരുടെ ഗാനമേളയാണ്. അപ്പോൾ എല്ലാവരും കൂടി നല്ല ആഘോഷത്തിലാണ്. ടീച്ചേഴ്സ് പ്രത്യേകിച്ച് പറയാനില്ല, നല്ല വൈബിലാണ്.
ടീച്ചേഴ്സും സ്റ്റേജിൽ കുട്ടികളും പിന്നെ കുറച്ച് പാരൻസും എല്ലാവരും കൂടി അടിച്ച് പൊളിച്ചുകൊണ്ടിരിക്കുകയാണ്. ന്യൂജൻ വൈബിലുള്ള നല്ല സ്മാർട്ടായിട്ടുള്ള ടീച്ചേഴ്സ്. ഇവർ തന്നെയാണ് കുറേ ഭാഗമൊക്കെ കുട്ടികൾക്ക് ഡാൻസൊക്കെ പഠിപ്പിച്ചു കൊടുത്തത്. സാധാരണ കലാശക്കൊട്ടായിട്ടാണല്ലോ ഇങ്ങനെയുള്ള പ്രോഗ്രാമൊക്കെ ഉണ്ടാവാറ്. ഞങ്ങൾ വിചാരിച്ചു ഏകദേശം കഴിയാറായി, പക്ഷെ ഹവാൻ്റെ ഒരു ഡാൻസും കൂടി ഉണ്ട്. അതിനുവേണ്ടി ഞങ്ങളിങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതും കൂടി കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് എങ്ങനെയെങ്കിലും വേഗം സ്ഥലം വിടണം. പുള്ളിക്കാരൻ എന്തായാലും ഇപ്പോഴൊന്നും പാട്ട് അവസാനിപ്പിക്കാനുള്ള ഒരു ലക്ഷണവും കാണുന്നില്ല. മാപ്പിളപ്പാട്ട് കഴിഞ്ഞു, പിന്നെ ഓരോ സിനിമ പാട്ടൊക്കെ ഇങ്ങനെ പാടിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയിൽ എൻ്റെ മോന് ഇതൊക്കെ കേട്ട് ലാസ്റ്റ് ഉറങ്ങിപ്പോയി. അങ്ങനെ അവൻ എൻ്റെ കയ്യിൽ തന്നെ കിടന്നപ്പോൾ കുറച്ചൊരു അസ്വസ്ഥത കണ്ടതുകൊണ്ട് ഞാൻ ബെഞ്ചൊക്കെ ഇങ്ങനെ കൂട്ടി വെച്ചിട്ട് ഒരു ബെഡ് പോലെ ആക്കി കൊടുത്തു. സ്റ്റേജിൽ കയറുന്നതിന് മുമ്പായിട്ട് ഹവയും ടീമും ഒന്ന് കളിച്ചു നോക്കുന്നതാണ് കേട്ടോ. അതിൻ്റെ ഇടയിൽ സൂപ്പർ ഒപ്പനയായിരുന്നേ കണ്ടത്. ഇങ്ങനെ ഓരോ പ്രോഗ്രാം വരുമ്പോൾ ഞങ്ങൾക്ക് ഇറങ്ങാനും തോന്നുന്നില്ല. ഹവാൻ്റെ ഡാൻസ് ആണെങ്കിൽ അതും കഴിയണം. അങ്ങനെ ഏകദേശം രാത്രി ഒരു 8 മണിയൊക്കെ ആയി കാണും. സ്കിറ്റ് കണ്ട് കുറേ ചിരിച്ചു. രാത്രി ആയതൊന്നും അറിയാൻ തന്നെ പറ്റുന്നില്ല, സമയം പോയത് അറിയുന്നേ ഇല്ല. കാരണം ഇതിൽ തന്നെ മുഴുകിയിരിക്കുകയാണല്ലോ. അത്രയും അടിപൊളിയായിരുന്നു എല്ലാ ഡാൻസും പ്രോഗ്രാമൊക്കെ. വൻ ടീമിൻ്റെ ഡാൻസ് അങ്ങനെ വന്നെത്തി. ഇവരുടെ പാരൻസ് തന്നെ 3 നല്ല ഫ്രണ്ട്സാണ്. അപ്പോൾ അവർ 3 കൂടി തന്നെ പഠിപ്പിച്ചു കൊടുത്ത സ്റ്റെപ്സാണ് ഇതൊക്കെ. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഓക്കെ, ടാറ്റാ, ബൈ.